പോയോ മയില്? കുഞ്ഞാറ്റെ പോയോ? പോയോ? അമ്മ ഇന്ന് രാവിലെ ടൗണിലൊക്കെ പോയി വന്നിട്ട് അങ്ങനെ ക്ഷീണിച്ചിരിക്കണ ഇരിപ്പാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇതാ കുഞ്ഞാറ്റ ഉണ്ട്, മേമയുണ്ട് അവിടെ. അവളവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേന് രാവിലെ ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ടായിരുന്നു, അതെല്ലാം വെന്ത് വാർത്ത് വെച്ച് കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറിയൊക്കെ ആക്കി എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും. പിന്നെ അതാ ഉപ്പേരിക്ക് വെക്കാൻ വേണ്ടിയിട്ട് പയർ എന്തായാലും നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പയർ 2 ദിവസമായിട്ടൊക്കെ കൊണ്ടുവന്നിട്ട്, അപ്പം ഇനി എന്തായാലും വാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിനും പറ്റില്ലല്ലോ. ഇന്നലെ മീൻ പൊരിച്ചതും അതേപോലെ തന്നെ പിന്നെ ഒരു കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കഴിച്ചു കേട്ടോ. പയറവിടെ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും ഇന്നും കൂടി വെച്ചിട്ടില്ലെങ്കിൽ അത് നാശമായി പോവും. അപ്പം ഞാൻ എന്തായാലും പയറൊക്കെ നുറുക്കി വെച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അത് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഗ്യാസിലാട്ടന്ന് ഉപ്പേരി വെക്കുന്നത്. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം മൂപ്പിച്ചെടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇനി എന്തായാലും പയറുപ്പേരി വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പറയുന്നത് ഞാൻ ആദ്യമായിട്ട് വെക്കാം കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ അങ്ങനെ വെക്കാറില്ല. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഇങ്ങനെ പച്ചമുളകും ചെറിയുള്ളിയൊക്കെ വാട്ടിയിട്ടൊക്കെ ഇട്ട് വെക്കാറ്. ഇവിടെയൊക്കെ അങ്ങനെയാണ്, നമ്മുടെ പാലക്കാട് സ്റ്റൈലിൽ അങ്ങനെയാണ് ഇട്ട് വെക്കാറ്. അപ്പോൾ അങ്ങനെ ഞാനെന്തായാലും കറിയൊക്കെ നേരത്തെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആയിട്ട്. അപ്പോൾ ഇനി പയറുപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായി അവസ്ഥ നോക്കട്ടെ. കുഞ്ഞാറ്റയ്യ എവിടെ? ട്രൗസർ ഇട്ടമ്മ? ട്രൗസർ ഇട്ട് നോക്കുക, അവളൊന്ന് നോക്കുക. അതാ എന്താ അവിടെ പുല്ല് പറിക്കേ? അമ്മ അമ്മമ്മ അമ്മ പുല്ല് പറിക്കാണ് കേട്ടോ. ഈ സൈഡിലുള്ള പുല്ലുകളൊക്കെ പറിക്കാണ്. കൂട്ടാൻ വെച്ചിറക്കി, ഉപ്പേരി അടുപ്പത്താണ്. ഇങ്ങോട്ട് വാ, ഒരു ഹായ് പറ, എല്ലാവർക്കും ഒരു ഹായ് പറ. എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മ മാവേലിയിലൊക്കെ പോയി വന്നിട്ടേ കഴിച്ചിട്ടില്ല, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അമ്മ അപ്പം അങ്ങനെ ഇവള് വാശി പിടിക്കല്ലേ പറഞ്ഞിട്ടേ ഇപ്പം ഇവളെയും കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയത് അമ്മ. അപ്പം അങ്ങനെ ഞാനിന്നെ പുല്ല് മുളച്ചിട്ടുണ്ട്, അപ്പം അതൊക്കെ ഒന്ന് കളയാണ്. എവിടെ കുഞ്ഞാറ്റേ? ഇങ്ങോട്ട് പോരെ, ഒറ്റയ്ക്ക് പോണ്ടെന്നാ, നായ വരും. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഈ തുണികളൊക്കെ എടുത്തേക്കാണ്. കുറച്ച് തുണികൾ ഞാൻ രാവിലെ അവിടെ അലക്കിയിട്ടിട്ടുണ്ട്, അതൊന്ന് എടുത്തു വെക്കണം. മഴ ചാറിയ പെട്ടു. നമ്മള് പെയ്ത് വിചാരിക്കുമ്പോൾ മഴ പെയ്ത് തുണി നനഞ്ഞിട്ടുണ്ടാവും. ഞാൻ ആദ്യം വന്നിട്ട് ഇത്തിരി വെള്ളമൊക്കെ തെളിച്ചിട്ട് പോയതാണ്. അതിൽ നല്ല വേവട്ടെ, നമുക്കത് പോയി എടുത്തിട്ട് വരാം. അതാ എന്താണ് അമ്മ തുണി എടുക്കാനാണേ. മഴ പെയ്താലോ അവിടെ കൊണ്ടുപോയിടുത്തേ. മഴ പെയ്യോ ഉറപ്പൊന്നുമില്ല. ഇനി അത് ഇവിടെ തന്നെ ഇടണോന്നാ ഞാൻ ആലോചിക്കുന്നത്. പെയ്യൊന്നും ഉണ്ടാവില്ല, എടുക്കണ്ടല്ലേ, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാല്ലേ. വെയിൽ ഉദിക്കുന്നുണ്ട് കേട്ടോ. മഴക്കാറ് കണ്ടപ്പോ ഞാന് മഴ പെയ്യും പറഞ്ഞിട്ട് വേഗം ഓടിയ. ചാറിയോ? അവള് ഇങ്ങളെ തെരഞ്ഞു വരിക. അവള് കൊറേ നേരം ഇങ്ങളെ തെരഞ്ഞിട്ട് വരുന്നത്. അമ്മമ്മ പറഞ്ഞിട്ട്. അവിടെ വെയിലേ കുട്ടി, ആ വെയിലത്ത് കൂടെ അപ്പൊ അവിടെ പുല്ല് പറിച്ചാർന്നോടത്ത് നല്ല വെയില് വന്നു കേട്ടോ. ആ വെയിലത്തേക്ക് പോണെന്നാ പറയണത്. ചെരുപ്പ് ഊരിയിട്ടിക്ക് എന്നിട്ട് അവള് ദേഷ്യത്തിന്. അയ്യോ, ഹായ് പറ എല്ലാരോടും ഒരു ഹായ് പറ. അതാ ക്യാമറയിൽ നോക്കിട്ട് ഹായ് പറ. കൂവിന്ന് എവിടുത്തെ ഒരു കൂവി പഠിച്ചിക്കണത്? കൂവി അത്രേ.
ഇത് മീൻ വറക്കണം മാനി, മീൻ കഴുകണം. എന്നാ മീൻ കഴുകി തരുമോ? ഒന്നിനും വയ്യാത്ര. അമ്മ തച്ചമ്പാറ പോയി വന്നപ്പത്തിന് ഒന്നിനും വയ്യാതെ. എന്നാ ഞാൻ മീനാന്നാക്കട്ടെ, ഇവിടെ പിടിക്കും. അതാ കാക്കുമാമയുടെ അച്ഛൻ. എന്നാ ഇവിടെ നിക്കുക, നമ്മുടെ കുട്ടി ഇവിടെ നിന്നാ. ഇവള് ഇങ്ങനെ തന്നെ ഇട്ടോ. നമ്മളെന്തെങ്കിലും കാര്യപ്പെട്ട എന്തെങ്കിലും പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലേ നമ്മുടെ ഒക്കത്ത് തൂങ്ങിക്കൊണ്ടോ അല്ലെങ്കിൽ തുണിയിൽ വലിച്ചും കൊണ്ട് അങ്ങനെ ഇരിക്കും. നമ്മളങ്ങനെ വലിക്കും. നമ്മൾ നിൽക്കുക ഓരോരുത്തർ ഇങ്ങനെ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിടിച്ചു വലിക്കും നമ്മളെ വന്നിട്ട്. എടുക്കണ്ട. എന്താ ചീറി, മുടി കെട്ടാനും അയക്കില്ല. ഞാൻ മുടി കെട്ടി നല്ല ചന്തോട്ടോ. ഇവിടെ തിന്നാ നമ്മുടെ കുട്ടി. മഴ ഇപ്പൊ എപ്പ വേണേലും പെയ്യാട്ടോ. അങ്ങനെ നിൽക്കണം. അപ്പൊ നല്ല മൂടലുണ്ട്. എന്താവോ എന്തോ. മീന് നന്നാക്കി എടുക്കട്ടെ. എന്തേ അമ്മ, ഈ അടുപ്പത്തെ ഒന്ന് ഇളക്കിയിട്ട് അതില് വെള്ളം വറ്റിയെങ്കിൽ ഒന്ന് ഇറക്കുക ഉപ്പേരി. അതാ കിളികളതാ ചരക്കണം. അല്ല അവിടെ പോയിട്ട് ഊര്. അമ്മയുടെ കുട്ടി അവിടെ പോയിട്ട് ഊര്. തുള്ളിരുന്നെങ്കിൽ മാക്സി ഒക്കെ എടുത്തിട്ട് വരിയമ്മ. അന്ന് എടുത്തിട്ട് വരി. ഒറ്റ തുള്ളി വീണ പിന്നെ അപ്പൊ പുറകു വശത്ത് ആ കുട്ടിയുടെ ഒരു ഉടുപ്പുണ്ട്. അമ്മ കഴിച്ചമ്മ കഴിച്ചു. അമ്മ കഴിച്ചു. ഇത്രയായിട്ട് ഇത് എന്തിനാ അമ്മ വെള്ളം? ചൂടുവെള്ളത്തിനോ? ഞാൻ അടുപ്പത്താ കഴിക്കണേ. നല്ല ചോറ്. അമ്മ ഏതായാലും ഭക്ഷണം കഴിച്ചു. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. കുട്ടി അവള് വാശി പിടിച്ച് അവള് ഉറങ്ങി. അവളെ ഇപ്പൊ അങ്ങോട്ടൊക്കെ അമ്മ താഴെ മേമടോടക്കൊക്കെ കൊണ്ടുപോയി. അങ്ങനെ കുറെ നേരം അധികം നടന്ന് വന്ന് എന്നിട്ടാണിപ്പോ അവള് ഉറങ്ങിയത്. അപ്പോഴത്തേനും മീനൊക്കെ മുളകും മഞ്ഞളും പുരട്ടി വറുത്ത് എടുത്ത് അമ്മ ചോറുണ്ട്. പാവം. ഉപ്പേരി എടുത്തില്ലേ അമ്മ? ഉപ്പേരി എടുത്തില്ലേ? അതാ ഉപ്പേരി എടുക്കാനും മറന്നുട്ടാ അമ്മയ്ക്ക്. ഇനി ഞാൻ വെറൈറ്റി ആയിട്ടാട്ടോ വെച്ചിരിക്കണത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ കുത്തിച്ചതച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് തേയിലൊന്ന് മാറ്റി പിടിച്ചു. സാറിന് ഇനി വൈകുന്നേരം കഴിക്കാലോ. ഞാൻ മീൻ വറുത്തതും കുറച്ച് കറി എടുക്കട്ടെ കേട്ടോ. ഇതാണ് കേട്ടോ അപ്പൊ നമ്മുടെ വെള്ളപ്പയറ് കറി, പയറ് തോരൻ, മീൻ പൊരിച്ചത്, മുളക് പൊരിച്ചത്. ഇന്നത്തെ സ്പെഷ്യൽ അതാട്ടോ. എന്തായാലും ഞാന് ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. 3 മണിയായി പറയാമ്മ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. അല്ലേ അമ്മ? എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ. അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണുന്നവരേക്കും ബൈ.